ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ചൈനീസ് കോളറാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നല്ല ഭംഗിക്ക് നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കുക. വളരെ ട്രെൻഡി ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്തിനെ സാധാരണ നമ്മൾ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ 14 അതിൻ്റെ പകുതി 7 ഇഞ്ച് നമ്മൾ ഈ ക്ലോസ് ആയ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് ഒരു അര ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു അര ഇഞ്ച് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു, ഡൗൺവേഡ്. അതിനുശേഷം നമ്മളുടെ ആം ഹോൾ എത്രയാണോ ഓരോരുത്തരുടെയും ചുരിദാർ കട്ട് ചെയ്യുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റിൻ്റെ അളവൊക്കെയും നമ്മളുടെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. നമ്മളുടെ ചുരിദാർ കട്ട് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ പലത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചുരിദാർ കട്ട് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നില്ല. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇങ്ങനെ നമ്മൾ കൊടുത്ത് ആം ഹോൾ വരെ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ നെക്കിന് ആയിട്ടുള്ള ഏതൊരാൾക്കും ഒരു 2.25 ഇഞ്ച് വിട്ട് കൊടുത്തേച്ചാൽ മതിയേ. ഒരു 2.25 ഇഞ്ച് ഈ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ആ പോയിന്റിൽ നിന്ന് നമ്മളൊരു 8 ഇഞ്ച് ലെങ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ചെരിച്ച് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്കിപ്പോൾ നെക്കിൻ്റെ ഭാഗം കിട്ടി. ഈ 8 ഇഞ്ചിൽ നിന്ന് നമുക്ക് എത്ര ഇഞ്ച് വേണമെങ്കിലും കൊടുക്കാവേ. നമ്മളൊരു 8 ഇഞ്ച് കൂടെ കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു 1.25 ഇഞ്ച് ഇതുപോലെ വിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടം വരെ നമ്മൾ ഇതുപോലെ വിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഭാഗങ്ങൾ ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെ വരച്ച് ക്ലോസ് ചെയ്തു. ഇനി ഈ 1.25 ഇഞ്ചിൻ്റെ ഉള്ളിൽ ആ പോയിന്റിൽ നിന്ന് അകത്തേക്ക് നമ്മൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ പോയിന്റിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ ഇവിടെ എല്ലാം മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടവും ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഇപ്പം നമ്മൾ വരച്ച ആ അര ഇഞ്ചിലൂടെ എങ്ങനെയാണോ നമുക്കുടെ ഷേപ്പ് കിടക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷനിൽ മാത്രമേ നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ അര ഇഞ്ച് താഴ്ത്തിയും കട്ട് ചെയ്തോണേ. ഇനി ഈ കോർണറും നമുക്ക് ഇപ്പം കട്ട് ചെയ്ത് മാറ്റാവേ. ഇതുപോലെ നമ്മളിപ്പോൾ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് ഫ്രണ്ട് പോർഷനിൽ മാത്രമേ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കുവേ. ബാക്ക് പോർഷൻ ഇവിടെ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നേ ഇല്ല, അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇനി ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനൂടെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ആം ഹോളിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് നമ്മളുടെ നെക്കിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നമ്മളിപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇതുപോലെ രണ്ട് സൈഡും ഒരേപോലെ എടുത്തു. ഇനി ഇതിൻ്റെ മെഷർ നമുക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവേ. ഇപ്പോൾ എത്രയാണോ കിട്ടുന്നത് ആ ഒരു അളവിനെക്കാട്ടിലും 3-4 ഇഞ്ച് കൂടെ കൂടുതൽ നമ്മൾ എടുത്തോണേ. ഇനി നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാനുള്ള ക്ലോത്താണിത്. അങ്ങനെ നമ്മളൊരു കോർണർ ടു കോർണർ എടുക്കണേ. അതായത് നമ്മൾ ഇതുപോലെ ക്രോസ് കട്ട് ചെയ്യാവുന്ന രീതിയിൽ എടുക്കണേ. ക്രോസ് കട്ട് ചെയ്താലേ നമുക്ക് ഇതുപോലെ വലിഞ്ഞ് കിട്ടത്തുള്ളൂ. നമ്മൾ അതിന് കൊടുത്തിരിക്കുന്ന വിഡ്ത്ത് ഒരു 7 ഇഞ്ചാണ്. ഇനി നമ്മൾ ഇൻ്റർഫേസിങ് ഫാബ്രിക്കിൻ്റെ ഇതാണ്. അതിനകത്തു നിന്ന് നമ്മൾ 1 ഇഞ്ച് വിഡ്ത്തിൽ ഇതുപോലെ സ്ട്രിപ്പ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ മുമ്പേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്രോസ് കട്ടിലേക്ക് വെച്ച് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. സ്റ്റാർച്ചുള്ള ഭാഗം റോങ് സൈഡിലേക്ക് വെക്കുന്നു. അതിനുശേഷം ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്ന ബെൽറ്റിൻ്റെ പകുതിയിലേക്ക് നമ്മളുടെ ക്ലോത്ത് വന്ന് നിൽക്കാവുള്ള ആ രീതിയിൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്ത് ഒരു സൈഡ് എടുത്തു. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ അയൺ ചെയ്ത് ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. നമുക്ക് ആ ലെങ്തിൽ ഇതുപോലെ എടുത്തു. അതിനുശേഷം ഇതിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെയും നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം ഈ ബാലൻസ് നമ്മൾ നമ്മളുടെ കുറച്ച് ഭാഗം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ആ നീണ്ടു നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണേ. ഉള്ളിലേക്ക് ആക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ പകുതിയെ വന്ന് നിൽക്കാവുള്ളൂ അകത്ത്.
ഇതുപോലെ ഇങ്ങനെ പകുതി വരെ വന്ന് നിൽക്കാവുള്ളൂ. ആ രീതിയിൽ നല്ല നീറ്റായിട്ട് ഇതുപോലെ ചെയ്ത് നമ്മളുടെ ബെൽറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ബെൽറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മൾ അത് കട്ട് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാവേ. ഇതുപോലെ അയൺ ചെയ്ത് എടുക്കുകയാണ് ഇൻ്റർഫേസിങ്. അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്തായിരുന്നല്ലോ നേരത്തെ, ആ ഭാഗം ഒന്നുകൂടെ ഈ ഇൻ്റർഫേസിങ്ങും ഇതുപോലെ നമ്മൾ ഒന്ന് കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഭാഗം കട്ട് ചെയ്താൽ മതിയേ. നമ്മൾ നേരത്തെ അങ്ങ് കട്ട് ചെയ്ത് പോയി. ഇനി ഇവിടെ നമ്മൾ ഈ ഭാഗം നന്നായിട്ട് നമ്മൾ കറക്റ്റ് അതിൻ്റെ അളവിൽ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് നെയിൽ കൊണ്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് അതിനെ അകത്തേക്ക് കയറ്റി മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ബെൽറ്റിൻ്റെ പോർഷൻ എടുക്കുന്നു, ഇവിടേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അകത്തേക്ക് ഒരല്പം നീണ്ടു നിൽക്കുന്ന രീതിയിൽ നമ്മൾ താഴ്ത്തി ഇട്ടോണേ. അതിനുശേഷം ഇങ്ങനെ ഈ സൈഡുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. എത്രയാണോ ഇതിൻ്റെ കറക്റ്റ് നമുക്കിങ്ങനെ കൈകൊണ്ട് വെച്ച് കൊടുക്കുമ്പം കിട്ടേണ്ട ആ അളവിലാണ് സൈഡ് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കേണ്ടത്. ആ രീതിയിൽ ഇങ്ങനെ നമ്മൾ ഈ സൈഡുകൾ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് ചെയ്യണം. നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ വരുമ്പോഴും എങ്ങും ചുളുക്കമില്ലാത്ത രീതിയിൽ അത് ആ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രയുമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കേണ്ടതെന്ന്. ആ രീതിയിലാണ് ഈ ഷോൾഡറിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മളുടെ ഈ സ്റ്റിച്ചിങ് വരും. ഇവിടെയും നമ്മൾ ഈ കറക്റ്റായിട്ട് ഈ സൈഡ് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് വളരെ സ്ലോയിൽ ചെയ്തെടുത്താൽ മതി, സ്പീഡ് കൂട്ടി ചെയ്യരുത്. ഇനി ഈ ഭാഗമെല്ലാം നീറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ഭംഗിക്ക് നമുക്കിവിടെ എല്ലാം നല്ല നീറ്റായിട്ട് ലഭിക്കുവേ. ഇനി നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് താഴേക്ക് നമ്മൾ ഇതുപോലെ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് മിക്കവർക്കും ഒരു 8 ഇഞ്ചോ അല്ലെങ്കിൽ 8.5 ഇഞ്ചോ ഒക്കെ കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കണം. താഴ്ഭാഗം വിടർന്നല്ലേ കിടക്കുന്നത്, അതിനായിട്ട് നമ്മളൊരു ക്ലോത്ത് എടുക്കുക. അത് നമുക്ക് ഇതിൻ്റെ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഈ 2 കളറിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഈ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാവേ. അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ വഴി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണോ ഇവിടെ എല്ലാം നമ്മൾ കൈകൊണ്ട് ഷേപ്പ് ചെയ്ത് നല്ല നീറ്റാക്കി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വേണം ഇവിടെ എല്ലാം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ചൈനീസ് കോളർ മേക്ക് ചെയ്തെടുക്കാം. ഇത് ചുരിദാറിനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്. അതുപോലെ അതൊന്നും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. സപ്പോർട്ട് എപ്പോഴും ചെയ്യണേ. അപ്പം തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.